ഇന്നൊരു വൺ പാൻ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കാം. പേര് പോലെ തന്നെ ഒരു പാനിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക്. ഒരു പാനിലേക്ക് മൈദ, ഷുഗർ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ നോർമലി ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു 2-3 തവണ അരിച്ചിട്ടാണല്ലോ യൂസ് ചെയ്യല്. അപ്പോൾ എല്ലാതും നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് മുട്ട, ഓയിൽ, പിന്നെ ഇതാ ഇളം ചൂടുള്ള പാല് കുറച്ച് കുറച്ചാക്കിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് ഇതുപോലെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കുക. പിന്നെ ഇതാ ഈ പാനിൻ്റെ അരികൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുക. കാരണം ഈ ഒരു പാനിൽ തന്നെയാണല്ലോ നമ്മൾ ബേക്ക് ആക്കിയിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അതൊന്ന് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്താൽ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പാനിൽ റെഡിയാക്കി എടുക്കണ കാരണം പെട്ടെന്ന് തന്നെ ഫ്ലോപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കിയതും കൂടി ചേർത്തിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടി മെൽറ്റാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡറും കോൺഫ്ലോറും പാലും കൂടി മിക്സാക്കി ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അതും ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ്. ഇപ്പം തന്നെ പോയിട്ട് റെഡിയാക്കിക്കോളി.